ഹലോ എവ്രി വൺ. അങ്ങനെ ഈദൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈദിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഐലൻഡിൽ നടന്ന കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ ഐലൻഡിൽ നടത്തിയ ഫിഷ് റേസിൻ്റെ വിധി നിർണ്ണയമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാ വർഷത്തെ ഈദിനുള്ള ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ് ഈ ഫിഷ് റേസ്. ഫിഷ് റേസ് എന്താണെന്നല്ലേ? അതായത് നമ്മുടെ ഐലൻഡിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആൾക്കാരെ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അവർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകും. അപ്പം ഓരോ ഗ്രൂപ്പും ഓരോ ബോട്ട്സിലായിരിക്കും പോകുന്നത്. ആൻഡ് ഈ പല ഗ്രൂപ്പിൽ നിന്നും ഏത് ഗ്രൂപ്പാണോ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വെയിറ്റുള്ള മീൻ പിടിക്കുന്നത്, അവരായിരിക്കും ഈ കോമ്പറ്റീഷനിലെ വിന്നർ. ഇതിൻ്റെ വിധി നിർണ്ണയം എന്ന് പറയുന്നത് ഫിഷിങ്ങിന് പോയി തിരിച്ചു കൊണ്ടുവരുന്ന മീനിനെ വേ ചെയ്ത് നോക്കിയാണ് ഇതിൻ്റെ വിധി നിർണ്ണയം നടത്തുന്നത്. അപ്പോൾ അവർ എത്രത്തോളം മീൻ പിടിച്ചോ അത്രയും മീനിനെ വേ ചെയ്ത് നോക്കി അതിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള മീനുള്ളത്, ഏറ്റവും കൂടുതൽ വെയിറ്റുള്ളത്, അവരായിരിക്കും വിന്നർ. ആൻഡ് ഇത്തവണത്തെ വിന്നറായത് 68 kg മീൻ പിടിച്ച ടീമായിരുന്നു. ആൻഡ് വിന്നിംഗ് ടീമിന് 5000 റുപ്പിയ ക്യാഷ് അവാർഡും ഉണ്ട്. ഇത്തവണ എന്താണേലും ടീംസൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിശക്തമായ മഴയായിരുന്നു പകൽ സമയത്താണ് ഇവർ മീൻ പിടിക്കാൻ പോയത്. ആൻഡ് ഇവർ തിരിച്ചു വന്നത് ഏകദേശം രാത്രി 9 മണിയോടെയാണ്. 9 മണിക്ക് ശേഷമാണ് ഈ വിധി നിർണ്ണയം, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിധി നിർണ്ണയം നടക്കുന്നത് രാത്രി 9 മണിക്ക് ശേഷമാണ്. അപ്പോൾ അത്രയും നേരം അവർ ഈ മഴയത്ത് തണുത്ത് വിറച്ച് കടലിലായിരുന്നു എന്നുള്ളത് ഓർക്കണം. എന്നിരുന്നാലും ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമാണ്. അവർക്കെല്ലാം അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. 28-നാണ് ഈ ഫിഷ് റേസ് നടക്കുന്നത്. ആൻഡ് 29-ന് ഞങ്ങൾക്ക് ഐലൻഡിൻ്റെ വക ഒരു ഡിന്നർ നൈറ്റ് ഉണ്ടായിരുന്നു. ഐലൻഡിലുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഡിന്നർ നൈറ്റായിരുന്നു ഇത്. പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പ്ലെയിൻ റൈസ്, പിന്നെ ഫിഷ് ഇട്ട് ഒരു തരം റൈസ്. ഈ കാണുന്നതാണ് റോഷി, അതായത് ചപ്പാത്തിയല്ല, മൈദ വെച്ചിട്ട് തീരെ കനം കുറച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ അങ്ങനെ സ്പെഗറ്റി, നൂഡിൽസ്, അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് നമുക്കിഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. ഐലൻഡിലുള്ള എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് ഐറ്റംസ് അവരവിടെ ഉണ്ടാക്കിയായിരുന്നു. തീരുന്നതിനനുസരിച്ച് അവരത് റീപ്ലേസ് ചെയ്യുമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അലോട്ട് ചെയ്തിരുന്ന സമയം 8:35 to 10 o'clock ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഫുഡ് കഴിക്കാമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള ആ ഒരു തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഡിന്നറിന് ശേഷം നമ്മുടെ ഐലൻഡിലെ ബാക്ക് ബെഞ്ച് ടീമിൻ്റെ പ്രത്യേകം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലേഡീസിനും ജെൻസിനും പ്രത്യേകം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർബർ സൈഡിലോട്ട് വന്നതാണ്.